CJP പാർലമെന്റ് മാർച്ചിൽ അന്വേഷണത്തിന് 20 അംഗ സംഘത്തെ നിയോഗിച്ച് ഡൽഹി പോലീസ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംഘം പരിശോധിക്കും. അതിനിടെ സമരത്തിൽ പെൺകുട്ടിയുടെ മുഖത്തടിച്ച നോർത്ത് ഈസ്റ്റ് ഡൽഹി ACP സന്ദീപ് ലാംബ IPSനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധം, പിന്നീട് പാർലമെന്റ് മാർച്ചിലേക്ക് CJP നടത്തിയ പ്രതിഷേധം, അതിൽ സമരക്കാരെ ഏത് രീതിയിലാണ് പോലീസ് ആക്രമിച്ചത് എന്നുള്ളതിന്റെ തെളിവുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിയാൽ കിട്ടും. ഇപ്പോൾ ഈ സമരക്കാരെ അടിച്ചൊതുക്കിയ പോലീസിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? ഈ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒപ്പം പോലീസിനെതിരെ ഉണ്ടായ നടപടി കൂടി പറയൂ വിഷ്ണു. ഉമൈബാൻ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് CJP അനുകൂലികൾ നടത്തിയ മാർച്ചാണ് തിങ്കളാഴ്ച അക്രമാസക്തമായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ വിപുലമായി ഒരു ടീമിന് തന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് രൂപം നൽകിയിരിക്കുന്നത്. 20 സംഘങ്ങളായി തിരിഞ്ഞാണ് പാർലമെന്റ് മാർച്ചിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ നടപടി അടക്കം ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് എന്തൊക്കെയാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഫോൺ കോൾ രേഖകൾ, വാട്സ്ആപ്പ് സന്ദേശങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പരിശോധന നടത്താനാണ് വിവിധ സംഘങ്ങളെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്. 20 സംഘങ്ങളായി തിരിഞ്ഞ ഡൽഹി പോലീസ് സംബന്ധിച്ച അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ഈ കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിനിടെ ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡൽഹി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പോലീസിലെ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്ദീപ് ലാംബയ്ക്ക് ഇപ്പോൾ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നു. ഈസ്റ്റ് ഡൽഹി ACP ആയിട്ടുള്ള സന്ദീപ് ലാംബയെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. തന്റെ മാതൃ സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോകാനാണ് സന്ദീപ് ലാംബയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇന്നും ഡൽഹിയിൽ വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി അടക്കം നിരവധി ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഡൽഹി ജന്തർ മന്ദറിലേക്ക് എത്തിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുൻകരുതൽ എന്ന വണ്ണം കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഡൽഹിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 5ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഇന്നലെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്ന അടക്കമുള്ള സാഹചര്യം ഉണ്ടായി. പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതാണ് ഇപ്പോൾ പോലീസിന്റെ ആരോപണം. അതേസമയം തന്നെ ഈ സമരത്തിന്റെ മറ്റ് ക്ഷുദ്രശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഇന്നും ഡൽഹി ജന്തർ മന്ദറിന് ചുറ്റും കനത്ത കാവൽ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടവിട്ടുള്ള ഇന്റർനെറ്റ് നിരോധനവും ജന്തർ മന്ദറിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് CJPയുടെ ആരോപണം.